ഭയങ്കര ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. ഇന്നത്തെ ദിവസം ഈ യാത്ര പുറപ്പെടുമ്പോൾ ടോട്ടലി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് ആട്ടോ എൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ആഫ്റ്റർനൂൺ 12:30 നമ്മുടെ ട്രെയിൻ. നല്ല മഴ ആണ് കേട്ടോ പുറത്ത്. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കാറെല്ലാം പാർക്ക് ചെയ്തു. ട്രെയിനൊക്കെ ഓൺ ടൈമാണ്. അപ്പോൾ ഇന്ന് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലൂടെ പോകുന്നത് ഒരു മിക്സ്ഡ് ഇമോഷൻസ് എന്ന് പറയാൻ കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ മൈൻഡിലൂടെ ഫ്ലാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ നടന്നു വരുന്ന കേട്ടോ എൻ്റെ ട്രാവൽ പാർട്ട്ണർ. ഭയങ്കര നമ്മളെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ആ ഒരു കാലം. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും നമുക്ക് എപ്പോഴും സ്പെഷ്യലായിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്പെഷ്യലായിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ട്രെയിന് വാങ്ങണം, സ്വന്തമായിട്ട് ട്രെയിൻ വാങ്ങണമെന്ന് ചോദിക്കുക. നമ്മളുടെ കോളേജ് ലൈഫിന് ശേഷം ആദ്യമായിട്ടാണ് ഷൈന ട്രെയിനിൽ കയറുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മൾ പഠിച്ചത് മംഗലാപുരത്തായിരുന്നു. നമ്മളുടെ ഇന്നത്തെ യാത്ര മാഹിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്തിരുന്ന ആ ഒരു സൈഡിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും യാത്ര പോണത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ യാത്ര പോകണമെന്ന്. അതിനുള്ള ഉത്തരമാണ് നമ്മളുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനൊരു പ്രയാസം ഉണ്ടാക്കുന്നത്. മാഹിയിൽ ഞങ്ങൾ സിലിയൻ്റെ വീട്ടിലേക്കാണ് പോണത്. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു കാർ ആക്സിഡൻറ്റിൽ അവളുടെ ഇക്കാക്ക മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്റ്റലിലൊക്കെ വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ചത് കൊണ്ട് തന്നെ നമ്മളുടെ ഓരോരുത്തരെയും എല്ലാ കാര്യങ്ങളും, അതായത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് അറിയണ്ടാവുമല്ലോ. നമ്മളുടെ ഓരോരുത്തരുടെയും ഫാമിലിയിലെ ഓരോരുത്തരെയും അവരുടെ ഇമ്പോർട്ടൻസും അവർക്ക് നമ്മളുടെ ലൈഫിലുള്ള ഇൻഫ്ലുവൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു നഷ്ടം അവൾക്ക് എത്ര വലിയൊരു നഷ്ടമാണെന്നും അവളെ എന്തിൽ കൂടെയാണ് ഗോ ത്രൂ ചെയ്യണമെന്നും നമുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് അവളെ ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു യാത്ര പോണത്. ശരിക്കും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ അവർക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ മരണപ്പെടുമ്പോൾ ആ വാർത്തയൊക്കെ അറിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ അവരെ വിളിച്ചിട്ട് എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക, നമ്മൾ എന്താണ് പറയുക, നമ്മൾ എന്ത് പറഞ്ഞാലാണ് അവർക്ക് ആശ്വാസം ഉണ്ടാവുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു ഹോപ്പ് കൊടുക്കാം. പക്ഷേ ഒരാൾ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുക? എങ്ങനെയാണ് ആ മനസ്സിനെ സമാധാനിപ്പിക്കുക? അതുകൊണ്ടും കൂടാണ് കേട്ടോ ഞാൻ എന്തായാലും പോയിട്ട് മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ മാഹി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഓട്ടോ വിളിച്ച് പോകാനുള്ളൊരു ദൂരമുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലെ ടെൻഷൻ കുറച്ചും കൂടെ കൂടിയിട്ടോ. അവിടെ ചെന്നാലുള്ള ഒരു സിറ്റുവേഷൻ എന്താണ് ഒന്നും അറിയില്ലല്ലോ. മാത്രമല്ല സിലിയൊക്കെ അറിയില്ല നമ്മൾ വരുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ വീട്ടിൽ കല്യാണം വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ട്രെയിൻ കയറും, അവിടെ എല്ലാം ഇറങ്ങും, എന്നിട്ട് 1-2 ദിവസങ്ങളെല്ലാം താമസിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ മെമ്മറീസൊക്കെയാണ് കേട്ടോ ഇപ്പോഴും ഫ്ലാഷ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനിയൊരു ഓട്ടോ വിളിച്ച് നേരെ ആളുടെ വീട്ടിലേക്ക് പോവാണ്. നേരിട്ട് പോയി നമ്മൾ കണ്ട് ഒരു ഹഗ്ഗെല്ലാം കൊടുത്തിട്ട് സംസാരിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു സമാധാനമല്ലേ. ഇൻഷാ അല്ലാഹ് പടച്ചോൻ സമാധാനം കൊടുക്കട്ടെ. അപ്പം നമ്മൾ പോവാണ് കേട്ടോ. കുറച്ച് ഇപ്പുറത്തേക്ക് തന്നെ ഓട്ടോ നമ്മളെ ഇറക്കി വിട്ടു, കാരണം ഞങ്ങൾക്ക് കറക്റ്റ് വീട് അറിയാത്തതുകൊണ്ട്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ നല്ല മഴയത്ത് നമ്മൾ തിരഞ്ഞ് അവളെ വീട്ടിലെത്തി കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1:30 ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2.5-3 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവാണ്. നേരെ കാലിക്കറ്റ് എത്തണം. 4:30 ഒരു ചെന്നൈ മെയിലുണ്ട്, അപ്പോൾ അത് കിട്ടുമോ നോക്കണം. നമ്മളിവിടെ വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പം
അവൾക്കും ഒരുപാട് റിലീഫായി, കണ്ട നമ്മൾക്കും ഒരുപാട് റിലീഫായി കേട്ടോ. ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തി ആളെ കാണും വരെ നമുക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഓട്ടോ കയറിയിട്ടുണ്ട്. ഇനി നേരെ മാഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. അതെ, ഇന്നത്തെ യാത്രയിൽ ഭയങ്കരമായ 2 കോയിൻസിഡൻസ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഉണ്ടാവുള്ളൂ നോക്കട്ടെ കൊട. യെസ്, ഇത് ഇന്ന് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊട. അങ്ങനെ നമ്മൾ മാഹി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4:25 ആയിട്ടുണ്ട് കേട്ടോ. 4:30ക്കാണ് ട്രെയിൻ വരുന്നത്. അപ്പം ആളെടുത്ത് നമ്മൾ കാലിക്കറ്റ് സൈഡിലേക്കാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ വേഗം ഞങ്ങൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ഡ്രോപ്പ് ചെയ്തത്. പക്ഷേ ആൾക്കറിയില്ലായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന്. ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ്? ടിക്കറ്റ് കൗണ്ടർ ആ സൈഡിലാണ്, അപ്പുറത്തെ സൈഡിലാണ്. തലശ്ശേരി എത്തിയിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞേ? ആ അതെ. അത് ശരിയാ. അപ്പം അങ്ങ് ദുബായിൽ നിന്ന് വന്ന ഷാഹിനക്ക് ഈ ഓട്ടം അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. ആൾക്ക് ഒരു സെക്കൻഡ് പ്ലാറ്റ്ഫോമിലും ഒരു കൗണ്ടർ വേണമെന്നാണ് സജഷൻ. അപ്പോൾ നമുക്ക് ജനറൽ ടിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ട്രെയിനിൻ്റെ ഉള്ളിൽ എന്താണ് തിരക്കുണ്ടാവുക എന്താണെന്നൊന്നും അറിയില്ല. പണ്ടെല്ലാം നമ്മൾ ജനറൽ എടുത്തിട്ട് കയറിയിട്ട് പിന്നെ സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ മാറ്റങ്ങൾ പലതും ഉണ്ട്. ട്രെയിന് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ക്ലെൻലിനെസ് ഒരു കൂടിയിട്ടുണ്ട്. അതായത് ക്ലെൻലിനെസ്സിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ കയറി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ടിക്കറ്റ്സ് ചെക്ക് ചെയ്യും. അതായത് പണ്ട് മാംഗ്ലൂരിൽ നിന്ന് കയറിയിട്ട് ചെറുവത്തൂരോ പിന്നെ അങ്ങനെ കാഞ്ഞങ്ങാടൊക്കെ ഇറങ്ങാനുള്ളവർ ചിലപ്പം ടിക്കറ്റ് ഇല്ലാണ്ടെല്ലാം കയറി ഇറങ്ങാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഉടായ്പൊന്നും നടക്കില്ല കേട്ടോ. ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റാണ്. മാത്രമല്ല ഫുൾ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഉണ്ട് പോലീസ്. അതിൽ ഇനി ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ബൈ ട്രെയിൻ പോകാമെന്നുള്ളൊരു തീരുമാനം ഷൈനുണ്ടായിരുന്നു കേട്ടോ. അത് എന്തുകൊണ്ടും നന്നായി എന്നാണ് എനിക്കും തോന്നിയത്. സുഖമായിട്ട് അധികം ടൈമൊന്നും എടുക്കാണ്ട് ഉച്ചയ്ക്ക് പോയിട്ട് ഈവനിങ് ആകുമ്പോഴത്തേക്ക് തന്നെ തിരിച്ച് നമുക്ക് കാലിക്കറ്റിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ ഭക്ഷണം ഒന്നും കാര്യമായിട്ട് നമ്മൾ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരെ ഇങ്ങോട്ട് വിട്ടു. രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പിരിയാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഷൈനൻ്റെ വീട് കൊണ്ടോട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആളെ എനിക്ക് KSRTC സ്റ്റാൻഡിൽ ഇറക്കി കൊടുക്കണം. അടിപൊളിയാ, വേറെ തന്നെ ഒരു ടെക്സ്ചറാ. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ പോയി ബീച്ച് സൈഡിൽ 2 ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.